Urban Cruiser Tizer ഇന്ത്യയിൽ ടൊയോട്ട ആദ്യമായിട്ട് ലോഞ്ച് ചെയ്യുന്ന പെട്രോൾ ടർബോ വെഹിക്കിൾ. നമസ്കാരം, വെലോസിറ്റിയിലേക്ക് സ്വാഗതം. ഇപ്പോൾ ഇതുപോലെയുള്ള ക്രോസ് ഓവേഴ്സിനാണ് ആക്സെപ്റ്റൻസ് കൂടുതൽ. ഇപ്പോൾ ഇത് നമുക്കൊരു ക്രോസ് ഓവറായിട്ട് കരുതാം. ശരിക്കും ആ ഒരു ടെർമിനോളജി ഇന്ത്യൻ മാർക്കറ്റിൽ അത്ര കോമൺ അല്ല. ഇന്ത്യയിൽ SUV എന്നും സബ് കോമ്പാക്ട് SUV എന്നും ഒക്കെയാണ് പറയുന്നത്. പക്ഷേ ഈ ഒരു സെഗ്മെൻ്റ് എന്ന് പറഞ്ഞാൽ ഒരു ക്രോസ് ഓവർ സെഗ്മെൻറ്റിൽ വരുന്നതാണ്. ബേസിക്കലി എന്താണെന്ന് വെച്ചാൽ, ഫസ്റ്റ് ഓഫ് ഓൾ ഇത് പറയുന്നതിന് മുമ്പ് ഇത് ഏകദേശം ടൊയോട്ട ഗ്ലാൻസയുടെ പ്ലാറ്റ്ഫോമിൽ നിർമ്മിച്ചൊരു വാഹനമാണ്. ഗ്ലാൻസ ശരിക്കും ഒരു പ്യുവർ പ്രീമിയം ഹാച്ച് ബാക്ക് ആണ്. അതിൻ്റെ ഡയമെൻഷൻസും മറ്റു കാര്യങ്ങളും എല്ലാം ഉൾക്കൊണ്ട് കുറച്ച് SUV സ്റ്റാൻസ് കൊണ്ടുവന്നിട്ടുണ്ട് ഈ വാഹനത്തിന്. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, ഗ്ലാൻസയുടെ ഡിസൈൻ കുറച്ചുകൂടി ഒരു സ്ലാൻഡിങ് ആയിരുന്നെങ്കിൽ ഇത് കുറച്ചുകൂടി ഒരു അപ്രൈറ്റ് ഒരു പൊസിഷനാണ്. ഇതിൻ്റെ ഫ്രണ്ട് ഫേഷ്യ നോക്കിക്കഴിഞ്ഞാൽ അത് തന്നെയല്ല, ഇതിൽ കുറച്ച് കൂടെ സ്റ്റൈലിഷ് ആയിട്ടുള്ള എലമെൻറ്റ്സ് കൊണ്ടുവന്നിട്ടുള്ളത് കൊണ്ട് ആ ഫ്രണ്ട് ലുക്സിൽ നിന്നും നമുക്കൊരു SUVയെ കാണുന്ന പോലത്തെ ഒരു ഫീലിംഗ് കിട്ടും. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ഒരു LED എലമെൻറ്റ് കൊടുത്തിരിക്കുന്നത് വളരെ സ്റ്റൈലിഷാണ്. അതിന് ഒരു കണ്ടിന്യൂവേഷനായിട്ട് തന്നെ ഈ ഹണികോം ഡിസൈനോട് കൂടിയുള്ള ഗ്രിൽസും കൊണ്ടുവന്നിട്ടുണ്ട്. നമ്മൾ കണ്ട് പരിചിതമായിട്ടുള്ള ഗ്ലാൻസയുമായിട്ട് കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ അജഗജാന്തരം എന്നൊക്കെ പറയാം നമുക്ക് ആ ഒരു ഫ്രണ്ട് ഫേഷ്യ നോക്കിക്കഴിഞ്ഞാൽ. ഈ ഒരു ഹെഡ് ലാമ്പിൻ്റെ ആ ഒരു പൊസിഷനൊക്കെ നോക്കിക്കഴിഞ്ഞാൽ സിമിലർ ടു ടൊയോട്ട ഹൈറൈഡറാണ്. ഹൈറൈഡറിനും നമുക്ക് അത് ലോഞ്ച് ചെയ്യുന്ന സമയത്ത് ഹൈറൈഡറിൻ്റെയും ഹെഡ് ലാമ്പ് പൊസിഷൻ കുറച്ചുകൂടെ താഴോട്ടായിരുന്നു. അത് നമുക്ക് അത്ര പരിചിതമല്ലായിരുന്നു. ഹെഡ് ലാമ്പ്സ് എന്ന് പറഞ്ഞാൽ ഓൾവേസ് മുകളിലായിരുന്നു, പാർക്ക് ലാമ്പ്സ് താഴെയായിരുന്നു. പക്ഷേ അത് റിവേഴ്സ് ചെയ്താണ് ഹൈറൈഡർ ലോഞ്ച് ചെയ്തത്. അതേ ഒരു തീം തന്നെയാണ് ഇതിനും പിന്തുടർന്ന് വന്നിരിക്കുന്നത്. പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ഒരു സ്കേർട്ടിംഗ് പോലെ കൊടുത്തിരിക്കുന്ന ഒരു എലമെൻറ്റും വളരെ സ്റ്റൈലിഷാണ്. അതിനും ഒരു SUV കൈൻഡ് ഓഫ് സ്റ്റാൻസ് കൊടുക്കുന്നുണ്ട്. ഈ സൈഡ് പ്രൊഫൈൽ നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും അട്രാക്റ്റീവ് ആയിട്ടുള്ള കാര്യം ഇതിൻ്റെ ഈ മെഷീൻ കട്ട് അലോയ് വീൽസ് തന്നെയാണ്. 16 ഇഞ്ച് അലോയ് വീൽസ് ആണ് ഇതിന് കൊടുത്തിരിക്കുന്നത്. അത് ഭയങ്കര ഒരു അട്രാക്റ്റീവ് ആയിട്ടാണ് തോന്നുന്നത്. എസ്പെഷ്യലി ഈ ഒരു കളറിന് കോൺട്രാസ്റ്റ് ആയിട്ടും വരുന്നുണ്ട്. ഇത് പ്രോബബ്ലി ഇതിൻ്റെ ഒരു സിഗ്നേച്ചർ കളർ എന്നൊക്കെ പറയാം. പിന്നെ ഇത് ORVM നോക്കിക്കഴിഞ്ഞാൽ ഓട്ടോ ഫോൾഡ്, ഇലക്ട്രിക്കലി അഡ്ജസ്റ്റബിൾ ഇൻറ്റഗ്രേറ്റഡ് ടേൺ ഇൻഡിക്കേറ്റേഴ്സ് എല്ലാം ഉള്ള ഒരു ORVM ആണ്. വളരെ സ്റ്റൈലിഷ് ആയിട്ടുള്ള ഒരു ക്യാരക്ടർ ലൈൻസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. അതേപോലെ മറ്റൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം, പല വാഹനങ്ങളുടെയും വൈപ്പർ വാഷർ മോൾഡ് ചെയ്തിരിക്കുന്നത് നമ്മൾ കാണുന്നത് ഇതിൻ്റെ ഒരു ബോണറ്റിലാണ്, അല്ലെങ്കിൽ ഇതിൻ്റെ വുഡിലാണ്. പക്ഷേ ഇത് സെപ്പറേറ്റ് ആയിട്ട് അതിൽ നിന്ന് മാറ്റിയാണ് പ്ലേസ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഈ ഒരു റൂഫ് റെയിൽ തന്നെ ശരിക്കും ഈ ഒരു SUV-ish ഒരു ഫീലിംഗ് കൊടുക്കാനായിട്ട് കുറച്ചുകൂടി സ്പോർട്ടിനെസ് പ്രൊവൈഡ് ചെയ്യുന്നതാണ്. അതിൻ്റെ കൂടെ ഷാർക്ക് ഫിൻ ആൻറ്റനയാണ് കൊടുത്തിരിക്കുന്നത്. ആ ഒരു എയറോഡൈനാമിക് ഡിസൈൻ നമുക്ക് സൈഡ് പ്രൊഫൈലിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും. അതേപോലെ തന്നെ ഇതിനൊരു ഇൻറ്റഗ്രേറ്റഡ് സ്പോയിലർ ഉണ്ട്. റെയർ വൈപ്പർ വാഷർ ഒക്കെ ടോപ്പ് എൻഡിന് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ വണ്ടിയുടെ മറ്റൊരു പ്രത്യേകത നിയോ ഡ്രൈവ് ആണ്. അത് മൈൽഡ് ഹൈബ്രിഡ് ആണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. നമുക്ക് റെയറിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ നിയോ ഡ്രൈവ് എന്ന് പറഞ്ഞൊരു ബാജിങ് കാണാം. അതിൻ്റെ അർത്ഥം ഇതൊരു മൈൽഡ് ഹൈബ്രിഡ് ആണ്. മൈൽഡ് ഹൈബ്രിഡ് ആയതുകൊണ്ട് തന്നെ പല കാര്യങ്ങളും ആ ഒരു ലിഥിയം അയൺ ബാറ്ററി പ്ലേസ് ചെയ്തിരിക്കുന്നതിലൂടെ വർക്ക് ചെയ്യും. നിയോ ഹൈബ്രിഡ് എന്ന് പറയുമ്പോൾ മൈൽഡ് ഹൈബ്രിഡ് ആണ്. മൈൽഡ് ഹൈബ്രിഡ് കൊണ്ട് 3 കാര്യങ്ങളാണ് ബേസിക്കലി ഒരു അഡ്വാൻറ്റേജ് കിട്ടുന്നത്. ഒന്ന്, ഐഡിൽ സ്റ്റോപ്പ് സ്റ്റാർട്ട്. ആ ഒരു സമയത്ത് ക്യാബിൻ ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്യും, അതായത് AC വർക്കിംഗ് ആയിരിക്കും. പിന്നെ റീജനറേറ്റീവ് ബ്രേക്കിംഗ് ഉണ്ട്. ഇലക്ട്രിക് വെഹിക്കിൾസിനൊക്കെ ഉള്ളതുപോലെ റീജനറേറ്റീവ് ബ്രേക്കിംഗ് ഉണ്ട്. പിന്നെ ഒരു ടോക്ക് അസിസ്റ്റൻസ് ഉണ്ട്. അതായത് ഇനിഷ്യലി ആ ഒരു പുള്ള് കിട്ടാനായിട്ട് ഒരു ടോക്ക് അസിസ്റ്റൻസ് കൊടുക്കുന്നുണ്ട്. ഇത് എനിവേ ടർബോ വെഹിക്കിളിനാണ് ഈ നിയോ ഹൈബ്രിഡ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഇതിൻ്റെ റെയറിൽ നിന്നുള്ള ഒരു വ്യൂ നോക്കിക്കഴിഞ്ഞാൽ കുറച്ച് എക്സാജറേഷൻ ആണെങ്കിലും യൂറസിൻ്റെ ഒക്കെ പോലത്തെ ഒരു സ്റ്റൈലിംഗ് നമുക്ക് തോന്നും. അതേപോലെ വളരെ സ്റ്റൈലിഷ് ആയിട്ടുള്ള ഒരു LED യൂണിറ്റ് ആണ് ഇതിൻ്റെ ടെയിൽ ലാമ്പിൽ കൊടുത്തിരിക്കുന്നത്. പിന്നെ പല വണ്ടികൾക്കും നമ്മൾ കാണാറുള്ളത് പോലെ ആ കണ്ടിന്യൂവേഷൻ എൻഡ് ടു എൻഡ് കാണാൻ പറ്റും. ടെയിൽ ഗേറ്റിൽ കൂടെ എൻഡ് ടു എൻഡ് കാണാൻ പറ്റും.
ടൊയോട്ടയുടെ ഈ ഒരു ലോഗോയും കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ടാണ് പ്ലേസ് ചെയ്തിരിക്കുന്നത്. നമ്മൾ കണ്ട് പഴക്കമുള്ള ലോഗോസൊക്കെ മിക്കവാറും ഒക്കെ എംബോസ്ഡ് ആണ്. ഇത് ഇതിനകത്ത് തന്നെ ഇൻ്റഗ്രേറ്റ് ചെയ്താണ്, ഒരു ഗ്രൂപ്പ് പോലെ ആയിട്ട് ഇൻ്റഗ്രേറ്റ് ചെയ്താണ് കൊടുത്തിരിക്കുന്നത്. അത് വളരെ ഒതുങ്ങി വളരെ ഒരു സ്ലീക്ക് ആയിട്ടാണ് തോന്നുന്നത്. ഈ ഒരു റെയർ സ്കിപ്പ് പ്ലേറ്റ് കണ്ടു കഴിഞ്ഞാൽ തന്നെ ഒരു കോൺട്രാസ്റ്റ് കളറിൽ, ഈ ഒരു കളറിൽ നല്ലൊരു കോൺട്രാസ്റ്റും തോന്നുന്നുണ്ട്, ഒരു പ്രീമിയംനെസ് ഫീൽ ചെയ്യുന്നുണ്ട്. ഹൗവർ ഇത് ശരിക്കും ഒരു മാറ്റ് ഫിനിഷാണ്, ഇതിനൊരു ഫിനിഷ് കൊടുത്തിരിക്കുന്ന മാറ്റ് ഫിനിഷാണ്. ഇതേ മെറ്റീരിയലിൽ തന്നെയാണ് സൈഡിൽ റണ്ണിങ് ബോർഡിലും കൊടുത്തിട്ടുള്ളത്. ആ ക്ലാഡിങ്ങിൽ ഒരു ബ്ലാക്കും പിന്നെ റണ്ണിങ് ബോർഡിലും ഇതേപോലത്തെ സെയിം മെറ്റീരിയൽ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. മെറ്റീരിയൽ ഒന്ന് നോക്കാം. അപ്പം നമുക്കിതൊന്ന് തുറന്നു നോക്കാം. പക്ഷെ തുറക്കുമ്പം ഇതിനുള്ളിൽ മറ്റൊരു മെറ്റീരിയൽ കൊടുത്തിട്ടുണ്ട്. ഒരു പക്ഷേ അതെന്താണെന്ന് മനസ്സിലാകുന്നില്ല. ഒരു പക്ഷേ ഇതിൽ സ്ക്രാച്ചസ് വീഴാതിരിക്കാനായിരിക്കും അങ്ങനെ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. അതൊരു ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള ഒരു മൂവ് തന്നെയാണ്. ഇതിൻ്റെ ഇൻറ്റീരിയർ നോക്കിക്കഴിഞ്ഞാൽ ഇതിൽ നല്ല ഒരു പ്രീമിയം ആയിട്ടുള്ള പ്ലാസ്റ്റിക്സ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഹയർ എൻഡ് വെഹിക്കിൾസിനൊക്കെ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് പോലെ തന്നെ ഇതൊരു ഓട്ടോമാറ്റിക് ആയതുകൊണ്ട് തന്നെ ഇതിന് ഒരു പാഡിൽ ഷിഫ്റ്ററും കൂടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം ക്രൂസ് കൺട്രോൾ, പിന്നെ സ്റ്റിയറിംഗ് മൗണ്ടഡ് മറ്റുള്ള കൺട്രോൾസും എല്ലാം നമുക്കിതിൽ കാണാം. നമ്മൾ ഈ ടൈസർ ഗ്ലാൻസയായിട്ട് കമ്പയർ ചെയ്യുമ്പം ഇതിൻ്റെ ഗ്രൗണ്ട് ക്ലിയറൻസും ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ട്. ഇതിന് 190 ആണ്, വേറെ ഗ്ലാൻസയ്ക്ക് 170 ഗ്രൗണ്ട് ക്ലിയറൻസേ ഉള്ളൂ. അപ്പം നമുക്കറിയാം കേരളത്തിലെ റോഡുകളുടെ അവസ്ഥയൊക്കെ അറിയാം. അപ്പോൾ പല കേസസിലും റബ്ബ് ചെയ്യാനുള്ള ചാൻസസ് ഉണ്ട്. അതുപോലെ തന്നെ ഇവർ സസ്പെൻഷനിലും നന്നായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. ഇത് കുറച്ചുകൂടെ ഒരു റഫ് ടെറൈനിന് കേപ്പബിൾ ആയിട്ടുള്ള സസ്പെൻഷനാണ്. കുറച്ചുകൂടെ ഒരു സ്പോർട്ടി ഡ്രൈവ് തരും. നമുക്ക് ശരിക്കും ഒരു ഡ്രൈവ് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രൊഡക്റ്റാണ്. ഈ ടൈസറിന് 2 എഞ്ചിൻ ഓപ്ഷൻസ് ആണ് വന്നിരിക്കുന്നത്. ഈ കാണുന്നത് ഒരു 1.2 ലിറ്റർ 4 സിലിണ്ടർ നാച്ചുറലി ആസ്പിറേറ്റഡ് K12 എഞ്ചിനാണ്. പിന്നെ മറ്റൊരു എഞ്ചിൻ എന്ന് പറഞ്ഞാൽ 3 സിലിണ്ടർ 1 ലിറ്റർ ടർബോ K12C എന്ന് പറയുന്ന എഞ്ചിനാണ്. ഇനി നമുക്ക് ഇതിൻ്റെ ബൂട്ട് സ്പേസ് ഒന്ന് നോക്കാം. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഒരു ഫാമിലി ട്രാവൽ എന്നുള്ള ഒരു രീതിയിൽ. 308 ലിറ്റർ ബൂട്ട് സ്പേസ് ഉണ്ട്. ഇത് കുറച്ച് ഡെപ്തിലാണ് കൊടുത്തിരിക്കുന്നത്. അതിൻ്റേതായ ഒരു പോസിറ്റീവും ഉണ്ട് നെഗറ്റീവും ഉണ്ട്. പോസിറ്റീവ് ആദ്യം പറയാം. നമുക്ക് ഇത്രയും ഒരു ചെറിയ ഏരിയയിൽ നല്ല രീതിയിൽ സൂട്ട് കേസൊക്കെ പ്ലേസ് ചെയ്യാൻ പറ്റും. ഹൗവർ കുറച്ച് ഏജ്ഡ് ആയിട്ടുള്ളവർക്ക് ലഗേജ് ലിഫ്റ്റ് ചെയ്ത് ഇതിലേക്ക് ലോഡ് ചെയ്യാൻ ഒരു ബുദ്ധിമുട്ട് പോലെയൊക്കെ തോന്നും. നമ്മളിനി റെയറിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ റെയർ നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള സീറ്റ്സ് ആണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. അത്യാവശ്യം നല്ല ലെഗ് റൂമാണ്. ഹൗവർ കുറച്ച് ഹെഡ് റൂം കുറവ് പോലെ തോന്നുന്നുണ്ട്. അതൊരു സ്ലാൻഡിങ് റൂഫ് ആയതുകൊണ്ട് തന്നെയായിരിക്കും. ഗ്രാബ് ഹാൻഡിലൊക്കെ കൊടുത്തതുകൊണ്ട് കംഫർട്ടബിളായിട്ട് 3 പേർക്ക് ഇരിക്കാൻ പറ്റും. പിന്നെ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യം ഇതിൻ്റെ സീറ്റ് ബെൽറ്റ്സ് ആണ്. 3 പോയിൻറ്റ് സീറ്റ് ബെൽറ്റ്സ് ആണ് 3 പാസഞ്ചേഴ്സിനും റെയറിൽ കൊടുത്തിരിക്കുന്നത്. പിന്നെ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഈ മിഡിൽ പാസഞ്ചറിൻ്റെ ആ ഒരു സീറ്റ് കുറച്ച് ഹൈറ്റ് കൂടുതലാണ്. ഒബ്വിയസ്ലി ബാക്കി എല്ലാ വാഹനങ്ങളെയും പോലെ ചിലപ്പോൾ ഒരു പക്ഷേ മിഡിൽ പാസഞ്ചറിൻ്റെ പിന്നെ സീറ്റിംഗ് കംഫർട്ട് അത്ര മികച്ചതായിരിക്കില്ല കമ്പയർഡ് ടു സൈഡിലിരിക്കുന്നത്. പിന്നെ വേറൊരു പോസിറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഡ്ജസ്റ്റബിൾ ഹെഡ് റെസ്റ്റ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് 3 സീറ്റ്സിനും. അതൊരു നല്ലൊരു പോസിറ്റീവ് കാര്യമാണ്. ടൊയോട്ട അർബൻ ക്രൂസർ ടൈസറിനെ പറ്റിയുള്ള ഈ ഒരു റിവ്യൂ നിങ്ങൾക്കെല്ലാം ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. ഒപ്പം ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കണും കൂടെ എനേബിൾ ചെയ്താൽ ഇതുപോലെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വീഡിയോസ് നിങ്ങളുടെ വിരൽത്തുമ്പിലെത്തും. ഇനി മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെ സ്റ്റേ ട്യൂൺഡ്. ഹാപ്പി മോട്ടറിംഗ്.